സാധാരണക്കാരന്റെ കുടിലുകൾ തൊട്ട് ഇവിടുത്തെ വൻ കോർപ്പറേറ്റുകളുടെ കൊട്ടാരം വരെ വാരി വിതറപ്പെട്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണിത്. സെയിൽസ് നടന്നിട്ട് ഇന്നേ വരെ അതിന്റെ ബീവി മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബുധനാഴ്ച ആവുന്ന സമയത്ത് ഇന്നേ വരെ ഒരൊറ്റ ആഴ്ച പോലും മുടങ്ങാതെ 11 വർഷം വരുമാനം കൊടുത്ത ഇന്ത്യയിലെ ഏക കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. മോർണിംഗ് മീറ്റിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് എനിക്കറിയാം, നന്നായിട്ട് അറിയാം. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രൊഡക്റ്റും പ്രൊഡക്റ്റിന്റെ റിസൾട്ടുമാണ്. ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിക്കാനും പ്രൊഡക്റ്റിന്റെ റിസൾട്ടുമാണ് അവരുടെ കോൺഫിഡന്റ്, ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചത്, അവരുടെ ബിലീഫ് വർദ്ധിപ്പിച്ചത് പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റ് ഉള്ളത് കൊണ്ട് മാത്രമായില്ല, അത് ഉപയോഗിച്ചിരിക്കുന്ന ആളുകളുടെ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിച്ചത്. ഞാൻ ഇപ്പൊ എടുത്തു ചോദിക്കാൻ എനിക്ക് ഇപ്പൊ മുമ്പിൽ ആരും ഇല്ല, കാണുന്നില്ല. ഏറ്റവും കൂടുതൽ അങ്ങനെയാണത്. അതാണെങ്കിൽ എല്ലാവരും ഒന്ന് ഒരു തമ്പിട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരെയും സ്വാധീനിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പൊ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ കമ്പനികളും, നമ്മൾ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാണെങ്കിൽ എല്ലാ കമ്പനികളും, കോർപ്പറേറ്റ് കമ്പനികളും എന്ത് ചെയ്യുന്നത് പ്രൊഡക്റ്റ് തന്നെയാണ് മീഡിയ സൈറ്റ് ഉപയോഗിക്കുന്നത്. ആ മീഡിയ സൈറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാ പ്രൊഡക്റ്റുകളും ബ്രാൻഡ് ചെയ്യപ്പെടണം. എല്ലാ പ്രൊഡക്റ്റും ബ്രാൻഡ് ചെയ്യപ്പെടണം. ബ്രാൻഡ് ചെയ്യപ്പെടുന്ന പ്രൊഡക്റ്റുകൾക്ക് ഒടുക്കത്തെ മാർക്കറ്റാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ, നമ്മളുടെ പ്രൊഡക്റ്റ് എന്തുകൊണ്ട് ബ്രാൻഡ് ചെയ്യപ്പെടുന്നു, മറ്റുള്ള കോർപ്പറേറ്റ് കമ്പനികളുടെ പ്രൊഡക്റ്റ് എന്തുകൊണ്ട് ബ്രാൻഡ് ചെയ്യപ്പെടുന്നു, രണ്ടും ചിന്തിക്കേണ്ടതാണ്. അതിന് ഉപയോഗിക്കുന്ന രണ്ടും രണ്ടാണ്. കോർപ്പറേറ്റ് കമ്പനികൾ ഉപയോഗിക്കുന്ന മീഡിയ എന്ന് പറയുന്നത് ഇവിടുത്തെ ബാനറുകളും അതുപോലെ തന്നെ പോസ്റ്ററുകളും പിന്നെ സോഷ്യൽ മീഡിയകളും അതുപോലെ തന്നെ TV ആണ് അതിന്റെ മീഡിയ സൈറ്റ് ഉപയോഗിക്കുന്നത്. അവിടെയാണ്. ഇനി ഇത് ഉപയോഗിക്കുന്ന ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ, കോർപ്പറേറ്റ് കമ്പനികളുടെ ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ആരാ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കിയെടുത്തിട്ടുള്ളൂ, അത് ഉപയോഗിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ വ്യക്തികളോ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സോ അല്ല, അപ്പർ ക്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പർ ക്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോ LP എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്, ലൂയിസ് ഫിലിപ്പി എന്നാ പറയുക. സാധാരണഗതിയിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവാം, കേൾക്കാത്തവരുണ്ടാവാം, ഉപയോഗിച്ചവരുണ്ടാവാം, ഉപയോഗിക്കാത്തവരുണ്ടാവാം. ഏതായാലും അത് 3000-ന് മുകളിലാണ് അതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ രൂപത്തിലുള്ള ബ്രാൻഡുകളാണ്, അപ്പർ ക്ലാസ്സിനാണ് അത് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ സാധാരണഗതിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇനി ഫുഡിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ KFC ആണ് ഏറ്റവും കൂടുതൽ ബ്രാൻഡ് ചെയ്യപ്പെട്ട ഒരു സാധനമാണ് KFC. എത്ര പേര് ഇതിനകത്ത് KFC ഉപയോഗിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ എത്ര പേര് സ്ഥിരമായിട്ട് KFC ഉപയോഗിക്കുന്നുണ്ട്? ഒരു സാധാരണക്കാരൻ ഒരു സ്പെഷ്യൽ കേസിന് മാത്രമല്ലാതെ. എന്തായാലും എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ KFC ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കാത്തത് അതിന്റെ കുഴപ്പം കൊണ്ടോ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടോ അല്ല, എനിക്ക് അങ്ങനെ ആ ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല KFC ഉപയോഗിക്കാനല്ലേ. അപ്പൊ അത്തരത്തിലുള്ളതാണിത്. എന്നാൽ നമ്മുടെ പ്രൊഡക്റ്റ് ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എലമെന്റ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട് നമുക്ക്. അത് നമ്മളുടെ MI ലൈഫ് എന്ന് പറയുന്ന കമ്പനി ഇറക്കിയിരിക്കുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു ബ്രാൻഡാണത്. ആ ബ്രാൻഡിന്റെ പ്രത്യേകത എന്താ? ആ ബ്രാൻഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അത് ബ്രാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള എന്നെയും നിങ്ങളെയും പോലുള്ള വ്യക്തികൾ വാങ്ങുകയും ഉപയോഗിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് അത് ബ്രാൻഡ് ചെയ്യപ്പെട്ടത്. ആ ബ്രാൻഡിനുള്ള പ്രത്യേകത എന്താണ്? ആ ബ്രാൻഡിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റുള്ള ബ്രാൻഡ് ചെയ്യപ്പെട്ട പ്രൊഡക്റ്റുകളൊക്കെ തന്നെ അപ്പർ ക്ലാസ്സുകൾ, അതായത് ഹൈ പ്രൊഫൈലുകൾ ഉപയോഗിക്കുന്ന സമയത്ത് എലമെന്റ്സ് എന്ന് പറയുന്ന ഒരൊറ്റ ബ്രാൻഡിനുള്ള പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിവിടുത്തെ സാധാരണക്കാരന്റെ കുടിലുകൾ തൊട്ട് ഇവിടുത്തെ വൻ കോർപ്പറേറ്റുകളുടെ കൊട്ടാരം വരെ വാരി വിതറപ്പെട്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ആ രൂപത്തിലേക്ക് ആ പ്രൊഡക്റ്റിനെ എത്തിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള മോർണിംഗ് മീറ്റുകളും ഈ ബിസിനസ് ഏറ്റെടുത്തിരിക്കുന്ന എന്നെയും നിങ്ങളെയും പോലെയുള്ള വ്യക്തികളാണ്. ആ രൂപത്തിലേക്ക് അത് ബ്രാൻഡ് ചെയ്യപ്പെട്ടു. ആ ബ്രാൻഡ് ചെയ്യപ്പെട്ട ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വാങ്ങുകയും അത് വിൽക്കുകയും ചെയ്യുക എന്നുള്ള കൺസെപ്റ്റോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുവന്നത്. ആ ഒരു രീതി നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ ഒരു രീതി നിലനിർത്തിക്കൊണ്ട് തന്നെ അത് തുടർന്നു കൊണ്ടേയിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനൊരു മറ്റൊരു കാര്യം പറയട്ടെ. മറ്റൊരു കാര്യം പറയാന്ന് പറയുന്നത്, നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക.
നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എന്താണ്? അത് നിങ്ങൾ അറിയണമെങ്കിൽ സാധാരണഗതിയിൽ ഇവിടുത്തെ സാധാരണ എന്താണ് ചെറിയ തരത്തിലുള്ള, എന്റെ നാട്ടിലാണെങ്കിൽ സിന്തഗി പോലുള്ള ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റുകളുണ്ട്. നെസ്റ്റോ പോലെയുള്ള വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റുകൾ. ഈ മാർക്കറ്റുകൾ എങ്ങനെയാ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത്? ഈ മാർക്കറ്റുകളൊക്കെ തന്നെ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത് ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇവിടുത്തെ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ വ്യക്തികളെയും അവർ തളച്ചിടുന്നത് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ മീഡിയ എന്ന് ചോദിക്കുന്നത് കാർഡാണ്. ആ കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ വിൽക്കപ്പെടുന്ന പ്രത്യേക ഉൽപ്പന്നങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് വരുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നത് കാർഡുള്ളവർക്കാണ്. അപ്പൊ കാർഡ് ഉണ്ടെങ്കിൽ എന്തുമാത്രം ചെയ്യാൻ പറ്റും? ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ മാത്രം പറ്റും. എന്നാൽ നമ്മൾ എങ്ങനെയാ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത്? നമ്മൾ ഏറ്റവും മഹത്തരമായിട്ടുള്ള നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനും നിങ്ങളും. എങ്ങനെയാ അത് ക്രിയേറ്റ് ചെയ്യുന്നത്? അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാനുള്ള അവകാശം മാത്രമേ നമുക്കുള്ളൂ. വാങ്ങിച്ചത് ഉപയോഗിക്കുക എന്ന് പറയുന്ന അവകാശം. എന്നാൽ ഞാനും നിങ്ങൾ ചെയ്യുന്ന പുണ്യ പ്രവൃത്തി എന്താ? ഇവിടെ നമ്മൾ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത് വാങ്ങുന്നവന്റെ കൈകളിലേക്ക് വിൽക്കാനുള്ള ലൈസൻസ് കൊടുത്തുകൊണ്ടാണ്. ആ ലൈസൻസ് ഉപയോഗിച്ച് അവൻ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ച് അവരുടെ എന്ത് ചെയ്യുന്നു? ആരോഗ്യ സംരക്ഷണം നടത്തുന്നു. ഇനി ഭാവിയിൽ വരാതിരിക്കാൻ സാധ്യതയുള്ള രോഗങ്ങളെ തടഞ്ഞു നിർത്തുന്ന വെൽനസിലേക്ക് നമ്മളുടെ തലച്ചോറിനെ മാറ്റിമറിക്കുന്നു, നമ്മളുടെ മനസ്സിനെ മാറ്റിമറിക്കുന്നു. എന്നേക്കുമായി അവരവരുടെ പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള അവരവരുടെ പ്രശ്നങ്ങൾക്ക്, മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കയ്യിൽ കെടുത്തുകൊണ്ടാണ് നമ്മൾ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത്. അതിലൊരു സംശയം ആരും വിചാരിക്കേണ്ട. ആ രൂപത്തിൽ തന്നെയാണ്. അപ്പൊ നെറ്റ്വർക്കിന്റെ രീതി അറിയണമെങ്കിൽ നമ്മളൊന്ന് നോക്കുക, എന്താണ് ഈ നെറ്റ്വർക്ക്? അല്ലെ, നെറ്റ്വർക്ക് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന, ഈ ബിസിനസ്സിൽ നമ്മൾ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാം? ആദ്യത്തെ മാറ്റം എല്ലാവരും എടുത്തു പറയുന്നതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. പാസീവ് ഇൻകം, നമ്മൾ കടന്നു പോയി കഴിഞ്ഞാലും, നമുക്ക് അസുഖം ബാധിച്ചു കഴിഞ്ഞാലും, നമ്മളൊരു മാസം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാലും നമ്മളുടെ അക്കൗണ്ടിലേക്ക് പണം ഒഴുകി എത്തുന്ന ഒരു സിസ്റ്റമാണ് പാസീവ് ഇൻകം. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവരും എടുത്തു പറയുന്നത്, എല്ലാവരും വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇപ്പൊ രോഗത്തെ പോലും ഭയപ്പെടാത്ത അവസ്ഥയാണ് വരുന്നത്. ഈ മൈ ലൈഫ് ചെയ്യുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ രോഗത്തെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഭയവും ഇല്ല. കാരണം എന്ത് വന്നു കഴിഞ്ഞാലും എന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് എന്റെ കയ്യിലുണ്ടെന്നുള്ള വിശ്വാസം, ആ ഒരു ബിലീഫ് സ്വാഭാവികമായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് പാസീവ് ഇൻകം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് പാസീവ് ഇൻകത്തില്? നോമിനേഷൻ ഫെസിലിറ്റിയാണ്. ഈ നോമിനേഷൻ ഫെസിലിറ്റി തരുന്നതും ഈ നെറ്റ്വർക്കാണ്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. നെറ്റ്വർക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രൊഡക്റ്റ് വിറ്റോളൂ. പ്രൊഡക്റ്റ് വിറ്റ് വരുമാനം ഉണ്ടാക്കണം. പ്രൊഡക്റ്റിലൂടെ തന്നെയാണ് നമ്മൾ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത്. ഈ പാസീവ് ഇൻകം അതുപോലെ തന്നെ നോമിനേഷൻ ഫെസിലിറ്റി ഒക്കെ തന്നെ. ഇത് സിമ്പിൾ ആയിട്ട് നമ്മൾ അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്താ നെറ്റ്വർക്ക് എന്നുള്ളത്. ഇപ്പൊ എനിക്ക് 6000 7000 വരുന്ന ഒരു ടീമുണ്ട്. ഈ ടീമിൽ നിന്ന് ഇന്ന് കാലത്ത് പല്ല് തേക്കുന്ന സമയത്ത് നമ്മളുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഓൺ ആൻഡ് ഓഡിറ്റിന്റെ ഹെർബൽ ടൂത്ത് പേസ്റ്റ് തീർന്നു കഴിഞ്ഞാൽ, 1000 പേരെടുത്ത് തീർന്നു കഴിഞ്ഞാൽ ഞാൻ വിളിച്ചു പറയണോ? എന്റെ ടീമിന്റെ ലീഡേഴ്സ് വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. അവര് കൃത്യമായിട്ട് പുതിയൊരു പേസ്റ്റ് അവര് വാങ്ങും, അവരുപയോഗിക്കും. അങ്ങനെ 1000 പേരും അത് വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് 1000 ഇൻറ്റു പേസ്റ്റിന്റെ DP എത്രയാണോ അത്രയും ബിസിനസ് വോളിയം കയറുന്നു എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങൾ പണിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു സുപ്രഭാതത്തില് ഒരു കുമിൽ ഇടി എന്ന് പറയുന്നില്ലേ, ഒരു ഇടിക്ക് മുളച്ചു പൊന്തുന്ന സാധനമല്ല ഇത്. അതും നമ്മൾ മനസ്സിലാക്കണം. ഈ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ എല്ലാ കമ്പനികളും വർഷങ്ങളോട് എടുത്തിട്ടുണ്ട്. 35 വർഷം എടുത്തു. ലുലു 35-40 വർഷത്തിലേക്ക് അടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലുലു എന്നുള്ള മഹാപ്രസ്ഥാനം പടർന്ന് പന്തലിച്ച് ഇന്നത്തെ രൂപത്തിലേക്ക് മാറാൻ 35 വർഷത്തിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, സ്വാഭാവികമായിട്ട് ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് 6 മാസമായി ഒന്നും ആയില്ല, 1 വർഷമായി ഒന്നും ആയില്ല.
1 വർഷത്തേക്കും 6 മാസത്തേക്കും നിങ്ങൾ ഈ ബിസിനസിന്റെ ബാലപാഠം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് പ്രൊഡക്റ്റ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇതിന്റെ കൂടെ നിൽക്കേണ്ടത് എത്രയാന്ന് പറഞ്ഞാൽ 3 വർഷം മുതൽ 5 വർഷം വരെ നിങ്ങൾ ഈ ബിസിനസിന്റെ കൂടെ നിൽക്ക്. അങ്ങനെ നിന്നിട്ടുള്ള ആളുകളെ, പിടിച്ചു നിന്നിട്ടുള്ള ആളുകളെ തന്നെ. കാരണം ഇതിനകത്തൊരു ഏറ്റവും ലോകത്തെ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു ക്യാപ്ഷൻ ഉണ്ട്. ആ ക്യാപ്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിന്നേഴ്സ് നെവർ ക്വിറ്റ്, ക്വിറ്റേഴ്സ് നെവർ വിന്ന. വിട്ടുപോയ ഒരു മനുഷ്യനും ഇന്നേ വരെ വിജയിച്ചിട്ടില്ല. വിജയിച്ച ഒരൊറ്റ വ്യക്തിയും വിട്ടുപോയിട്ടില്ല. ആ തിയറിയാണ് നമ്മൾ ഇതിന്റെ അകത്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഈ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം. ആ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ബിലീഫ് പ്രൊഡക്റ്റും കാര്യങ്ങളിലും മാത്രം പോരാ. നേരെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ വരണം. അത് കമ്പനിയാണ്. ആ കമ്പനിയിൽ ഒരു വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്താ വിശ്വാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കമ്പനിയിൽ നിങ്ങളിപ്പോ പറയാ സ്വാഭാവികമായിട്ടും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10 വർഷം 2014 സ്റ്റാർട്ട് ചെയ്തു. 10 വർഷം പൂർത്തിയാക്കി 11ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു കമ്പനി. ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി. ഗൂഗിൾ സെർച്ച് ചെയ്യാൻ കിട്ടും. ശരിയാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ ഒരു കമ്പനിയിലുള്ള ബിലീഫ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെയിൽസ് നടന്നിട്ട് ഇന്നേ വരെ അതിന്റെ ബിവി മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബുധനാഴ്ച ആവുന്ന സമയത്ത് ഇന്നേ വരെ ഒരൊറ്റ ആഴ്ച പോലും മുടങ്ങാതെ 11 വർഷം വരുമാനം കൊടുത്ത ഇന്ത്യയിലെ ഏക കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഒരാഴ്ച പോലും വരുമാനം മുടങ്ങിയിട്ടില്ല. കോവിഡ് കാലത്ത് പോലും വരുമാനം മുടങ്ങിയിട്ടില്ല. പെയർ മാച്ചിങ് എവിടെ നടന്നിട്ടുണ്ടോ ആ സമയത്ത് പോലും വരുമാനം കൊടുത്തിട്ടുണ്ട് കമ്പനി. അത് തന്നെയാണ് ഈ കമ്പനിയിൽ വിശ്വസിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു സമയത്ത് പോലും ഒരു പ്രതിസന്ധി, ഒരു പ്രശ്നങ്ങളോ കമ്പനി നേരിട്ടിട്ടില്ല. അത്രയും സ്ട്രോങ് മാനേജ്മെന്റ് ആണ്. അത്രയും സ്ട്രോങ് മാനേജ്മെന്റ് ആണ്. കാരണം 2006 മുതൽ എനിക്ക് ഈ മാനേജ്മെന്റിനെ അറിയാം. പ്രവീൺ ജെ ചന്ദൻ സാർ എന്ന് പറയുന്ന വ്യക്തിയാണ്. 2014 സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് 11ാമത്തെ വർഷത്തിലേക്ക് കമ്പനി കടന്നിരിക്കുന്നു. ഇനി കമ്പനി വെറുതെ നടന്നു പോയതൊന്നുമല്ല. കമ്പനി അതിന്റെ നാഴികക്കല്ലുകള് പട്ടുപരവതാനി വിരിച്ചുകൊണ്ട് നേട്ടങ്ങളുടെ പട്ടിക ഒന്നിനു പുറകെ ഒന്നായിട്ട് നിരത്തിക്കൊണ്ട് തന്നെയാ കമ്പനി മുന്നോട്ട് പോയിരിക്കുന്നത്. കമ്പനി ഒറ്റക്ക് വരുമാനം കൊണ്ട് ഉണ്ടാക്കിയിട്ടൊന്നുമല്ല. ഇവിടെ സാധാരണക്കാരൻ സ്വപ്നം കാണുന്ന ലക്ഷപ്രഭുക്കൾ സ്വപ്നം കാണുന്ന കോടീശ്വരന്മാരെയും സൃഷ്ടിച്ചുകൊണ്ട് ആ കമ്പനി മുന്നോട്ട് പോയത്. മറ്റു വെറുതെ നടന്നു നീങ്ങിയതൊന്നുമല്ല. ഇപ്പൊ മകന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഫ്യൂച്ചർ MDയുടെ കണ്ടിട്ടുണ്ടാവും, വീഡിയോ കണ്ടിട്ടുണ്ടാവും. പണമുള്ളവൻ എങ്ങനെ കല്യാണം കഴിക്കുന്നത് അത് കണ്ടാൽ അറിയാം. പണമുള്ളവൻ എങ്ങനെ കല്യാണം കഴിക്കും? അങ്ങനെ കല്യാണം കഴിക്കാൻ നിങ്ങളെ മക്കളെ കല്യാണം കഴിക്കാൻ, ഇനി കല്യാണം കഴിക്കാത്ത ആളുകള് ആ രൂപത്തിലേക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഈ രൂപത്തില് കമ്പനിയെ ഉപയോഗിച്ചാൽ മതി. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അപ്പൊ നമുക്ക് വരേണ്ടത് കമ്പനിയിലേക്ക് വരിക എന്ന് പറയുന്നത് കമ്പനിയിലുള്ള ഒരു ബിലീഫ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. പ്രൊഡക്റ്റിലുള്ള വിശ്വാസവും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. അത് വളരെ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഈ മോർണിംഗ് മീറ്റ് തരുന്നുണ്ട്. എല്ലാ ദിവസവും മോർണിംഗ് മീറ്റ് തരുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുള്ള ബിലീഫ് ഉണ്ടാക്കണം. ആ ബിലീഫ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ഒന്ന്, കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന 2014 11 വർഷം പൂർത്തിയാവുന്നു. ഏത് സമയത്ത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നീല അടയാളത്തിൽ കാണാൻ പറ്റും MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. അതിന്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം. MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 1ാം സ്ഥാനത്ത് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നു എന്നുള്ളത് വളരെ മഹത്തരമാണ്. പക്ഷെ ആ 1ാം സ്ഥാനത്തിന്റെ വില അറിയണമെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് അത് സെർച്ച് ചെയ്ത് നോക്കണം. ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് 2, 3, 4, 5 സ്ഥാനങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. 7, 8, 9, 10 സ്ഥാനങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് എല്ലാ കമ്പനികളും താഴോട്ടും മുന്നോട്ടും പോകുന്ന സമയത്ത് മുന്നോട്ട് എന്നുള്ള ഒരൊറ്റ ഏരോയിൽ നിൽക്കുന്ന ഒരൊറ്റ കമ്പനിയെ ഇന്ത്യയിലുള്ളൂ. ദാറ്റ് ഈസ് നോൺ ആസ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. നിങ്ങൾ നോക്കേണ്ട കാര്യമാണ്. ഞാൻ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ അകത്ത് ബിലീഫ് വല്ലാതെ കൂടിക്കൊണ്ടിരിക്കും. 9 കമ്പനികളും മാറി മറിയും. ഒറ്റ കമ്പനി, ഒറ്റ പേര്, ആ രൂപത്തിലാണ് കമ്പനി നിൽക്കുന്നത്. 700-ൽ കൂടുതൽ, 1000-നടുത്തോളം ഔട്ട്ലെറ്റുകൾ എവിടെ കിട്ടും നമുക്ക്? 1000-ഓളം ഔട്ട്ലെറ്റുകൾ എന്ന് പറയുന്നത്, അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കമ്പനിയുടെ ഫാസ്റ്റ് സിസ്റ്റം നോക്കണം.
അതായത് തുടക്കക്കാരായിട്ടുള്ള ആളുകൾ, ബെല്ലി സാറും അതുപോലെ തന്നെ ശൈലേഷ് സാറും പിന്നെ ആളുകളൊക്കെ തന്നെ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് കോയമ്പത്തൂരിൽ നിന്നും അതുപോലെ തന്നെ എന്താണ് മംഗലാപുരത്തു നിന്നും ആ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്താണ് സാധാരണഗതിയിൽ ഇവിടെ നിൽക്കുമ്പോൾ 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എനിക്ക് കൈനാട്ടിയിൽ ഷോപ്പുണ്ട്, 15 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നടുവണ്ണൂർ ഷോപ്പുണ്ട്. നിങ്ങൾ ഓരോന്നും നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളൊന്ന് അളന്നു നോക്ക്, നിങ്ങളുടെ ഔട്ട്ലെറ്റ് എവിടെ കിടക്കുന്നു. ആ രൂപത്തിലേക്ക് കമ്പനി വളർന്നിട്ടുണ്ട് കേട്ടോ. ഈ രൂപത്തിലേക്ക് കമ്പനിയുടെ നെറ്റ്വർക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ പണി നമ്മുടെ നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു സംശയം നിങ്ങൾ വിചാരിക്കണം. അപ്പൊ നമ്മൾ കമ്പനിയിലുള്ള ബിലീഫ് ഉണ്ടാക്കണം. സ്കിൽ ഇന്ത്യ ഡെവലപ്മെന്റ് നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി. ഇനി എന്താണ് ISO 9001 2008 സർട്ടിഫൈഡ് കമ്പനി. ആ കമ്പനിക്ക് കിട്ടിയതൊന്നുമല്ല കേട്ടോ, അത് കമ്പനിയുടെ പ്ലാനിന് കിട്ടിയതാണ്. കമ്പനിയുടെ പ്ലാനിന് കിട്ടിയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ബിസിനസ്സിൽ ബിലീഫ് ഉണ്ടാക്കിയെടുക്കുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിൻ്റെ അകത്ത് എൻട്രി അടിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ അറിയാത്തൊരു സാധനമുണ്ട്. പ്ലാൻ പറയുന്ന സമയത്ത് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്ന 1000 ബിസിനസ് നടത്തി കഴിഞ്ഞാൽ 1200 രൂപ നമുക്ക് വരുമാനം കിട്ടും. നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് പറയും. രണ്ടാമത്തെ സ്റ്റെപ്പ് വരഞ്ഞു കാണിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൂടെ വന്ന 2 വ്യക്തികൾക്ക് 1200 വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്താണ് നമുക്ക് 2400 കിട്ടുന്നത്. അപ്പൊ അവരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സാധനം എന്താന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഐഡിയ അടിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വരുമാനം കിട്ടണമെങ്കിൽ എന്റെ വരുമാനം ഉറപ്പിച്ചിരിക്കണം. അതാണ് ബിലീഫ്. അത് പ്ലാനിന്റെ ബിലീഫാണ്. അത് പ്ലാനിന്റെ ബിലീഫാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ വിശ്വസിക്കുന്നേ, വിട്ടിട്ട് പോവില്ലെന്നുള്ള വിശ്വാസം അതുണ്ടാവും. അത് കമ്പനി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ബൈനറി പ്ലാന്റെ പ്രത്യേകതയാണ്. ആ ബൈനറി പ്ലാൻ സക്സസ് ആക്കുക എന്നുള്ള പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, അത്രയും നെറ്റ്വർക്കും അത്രയും വിശാലമായിട്ടുള്ള ബിസിനസ് നടക്കുന്ന ഒരു കമ്പനി മാത്രമേ അത് തുടർന്നു കൊണ്ടുപോകാൻ പറ്റൂ. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു കമ്പനിയാണ്. ആ ബൈനറി പ്ലാനിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒറ്റ ആഴ്ച പോലും വരുമാനം മുടക്കാതെ മുന്നോട്ട് പോയ കമ്പനി. ഇപ്പൊ എന്താ കമ്പനി തുടങ്ങി ആഴ്ച വരുമാനമല്ല, ആഴ്ച കൊണ്ട് കമ്പനി തന്നെ ഇല്ലാത്തൊരു സ്ഥിതിയാണ്. ആ രൂപത്തിലേക്കാണ് വരുന്നത്. അങ്ങനെ വരുന്നതാണ്. ഇനി നമ്മൾ പ്രൊഡക്റ്റിലേക്ക് വന്നു. നമ്മൾ രണ്ടാമത്തത് എന്താന്ന് പറഞ്ഞു നോക്കിയാൽ പ്രൊഡക്റ്റ് വിത്ത് നെറ്റ്വർക്ക് ക്രിയേഷൻ ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രോഡക്റ്റ് ആണ്. രണ്ടാമത്തത് കമ്പനിയാണ്. കമ്പനിയിലുള്ള വിശ്വാസവും കാര്യങ്ങളൊക്കെ തന്നെ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. മൂന്നാമത്തതാണ് നമുക്ക് കാണാൻ കഴിയാത്ത, തൊട്ടറിയാൻ പറ്റാത്തൊരു സാധനമാണ്. നമുക്ക് കാണാൻ പറ്റില്ല, നമുക്ക് തൊട്ടറിയാൻ പറ്റില്ല. ആ തൊട്ടറിയാൻ പറ്റാത്ത, കാണാൻ പറ്റാത്ത സാധനത്തിന്റെ പേരാണ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അത് പറയാൻ പറ്റില്ല. സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യന്റെ വിജയത്തിന്റെ പിന്നിലും അദ്ദേഹത്തിൻ്റെതായ ഒരു സിസ്റ്റം ഉണ്ട്. ഞാൻ ഈ ബിസിനസിന്റെ കാര്യമല്ല പറഞ്ഞത്. ഏതൊരു മനുഷ്യന്റെ വിജയത്തിന്റെ പിന്നിലും ഒരു സിസ്റ്റം ഉണ്ട്. അത് അവന്റെ ചിന്തയാണ്, അവന്റെ മാനസികാവസ്ഥയാണ്, അവന്റെ ബ്രെയിനാണ്, അവന്റെ അല്ലെങ്കിൽ അവളുടെ സ്ത്രീശാസ്ത്രീകരണം അത് പറഞ്ഞുകൊണ്ട് അവളുടെ ഫാമിലി ആയിരിക്കാം, അവളുടെ ഭർത്താവായിരിക്കാം, അവന്റെ ഭാര്യയായിരിക്കാം, ആരുമാവാം. ആരൊക്കെ അതിന്റെ പിന്നിൽ അതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ അത് മുഴുവൻ അതിന്റെ സിസ്റ്റമാണ്. ഞാൻ NDC-യിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, ഉമർ സാർ NDC-യിലാണെങ്കിൽ, അതുപോലെ തന്നെ മറ്റുള്ള ലീഡേഴ്സ് ഒക്കെ തന്നെ ITC, CTC ലീഡേഴ്സ് ഒക്കെ തന്നെ ഉണ്ട്. ഇവരൊക്കെ തന്നെ അതിന്റെ ആ ഒരു സ്റ്റെപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഒരാൾ ബ്രോൺസ് ആയിട്ടുണ്ടെങ്കിൽ, സിൽവർ ആയിട്ടുണ്ടെങ്കിൽ, കോർഡിനേറ്റർ ആയിട്ടുണ്ടെങ്കിൽ, TC ആയിട്ടുണ്ടെങ്കിൽ, അതിന്റെ പിന്നിൽ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. ആ സിസ്റ്റത്തെയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. എന്താണ് സിസ്റ്റം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്തുപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കിത് സക്സസിലേക്ക് എത്തിക്കാം? പ്രൊഡക്റ്റ് ഓക്കെയാണ്, കമ്പനി ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. ഇനി ഇത് വിജയിപ്പിക്കാൻ എന്താ വഴി? അതാണ് എല്ലാവരും ചോദിക്കുന്നത്. വിജയിപ്പിക്കാനുള്ള വഴി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതിന്റെ അകത്ത് ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഷോർട്ട് കട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞാൽ എല്ലാവരും ചിരിക്കൂ. ഇപ്പൊ കിട്ടുന്ന ഷോർട്ട് കട്ട് എന്നാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, സക്സസ് എന്ന് പറയുന്ന ആ ഒരു മഹത്തായ സംരംഭത്തിന് ഷോർട്ട് കട്ടുകളില്ല. അതിന്റെ പിന്നിൽ കഠിന പ്രയത്നത്തിന്റെ, ത്യാഗത്തിന്റെ കഥകൾ മാത്രമേ സക്സസിന് പറയാനുള്ളൂ. ഷോർട്ട് കട്ടില്ല. പിന്നീട് എനിക്ക് പറയാനുള്ള എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂഷൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ നമുക്കിവിടെ പറ്റില്ല. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം.
ആദ്യമേ എനിക്ക് പറയാനുള്ള എന്താന്ന് പറഞ്ഞാൽ, ആളെ സംബന്ധിച്ചിടത്തോളവും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു പ്രയാസമില്ല കേട്ടോ, ഒരു പ്രയാസമില്ല. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? ഒരു പ്രയാസവും ഇല്ല. നിങ്ങൾ 15, 20, 25,000 റുപ്യയുടെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് നിർത്തിപ്പോവാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? ഒരു പ്രയാസവും ഇല്ല. സ്റ്റാർട്ട് ചെയ്യാനും നിർത്തിപ്പോവാനും ഇത്ര ഈസി ആയിട്ടുള്ള ഒരു സാധനം ലോകത്ത് വേറെ കണ്ടിട്ടില്ല. ബട്ട് വൺ തിങ്, പക്ഷെ ഒരു കാര്യം, ഏതൊരു ബിസിനസ് ആയാലും ഈ ബിസിനസ് ആയാലും റൺ ചെയ്യിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ സക്സസ് എന്ന് പറയുന്നത്. തുടങ്ങാം, പൂട്ടാം, റൺ ചെയ്യിക്കുക. ആ റൺ ചെയ്യിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ്. എവിടെയാ സിസ്റ്റത്തിന്റെ ഭാഗമായി മാറേണ്ടത്? എത്ര തന്നെ പറഞ്ഞാലും ആളുകൾ ചെയ്യാത്തൊരു പണിയാണ് എന്തെന്ന്, സിറ്റ് ബിഫോർ സ്റ്റാർട്ട്. നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് ഇരുന്നിരിക്കണം. അതിലൊരു സംശയമില്ല. ഇരുന്നിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് അപ്ലൈനും ഡൗൺലൈനും. ഇപ്പൊ ഞാൻ ഒരാളെ ബിസിനസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ട പണി എന്താ, അതങ്ങ് പറഞ്ഞുതരാം. ഒരാളെ ബിസിനസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാത്തല്ല. നമ്മൾ മാക്സിമം ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം നമ്മുടെ ഈ ബിസിനസ്സിൽ ലൈവായിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നമ്മുടെ മനസ്സിനെ നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അദ്ദേഹത്തിന്റെ മാക്സിമം ട്രെയിനിങ് അറ്റൻഡ് ചെയ്യിക്കുക. മാക്സിമം ഇല്ലെങ്കിലും ഒരു FSS എങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്യിക്കുക. എത്രയും പെട്ടെന്നായിരിക്കണം. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുക, നല്ലൊരു നോട്ട്ബുക്ക് എടുക്കുക, അദ്ദേഹത്തിന്റെ കോണ്ടാക്ട്സ് ഫോണിൽ നിന്ന് എടുക്കുക, അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ കോണ്ടാക്ട്സ് എടുക്കുക, ഒരു 10-100 പേരുടെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുക. ലിസ്റ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാലൊന്നും ലിസ്റ്റ് ഉണ്ടാക്കൂല. നിങ്ങൾ പോയി ഇരുന്നിട്ട് അവരുടെ ലിസ്റ്റ് തയ്യാറാക്കുക. എന്നിട്ട് 100 പേരുടെ പേര് നിങ്ങൾ വായിക്കുക. 200 വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. 100 പേരുടെ പേര് നിങ്ങൾ, ഇത് ഒരുപാട് കേട്ടതാണ് ഇത്, എന്നാലും പുതിയ പുതിയ ആൾക്കാരിൻ്റെ അത് കടന്നു വരുമല്ലോ. കാരണം ആവർത്തനങ്ങളും ഓർമ്മപ്പെടുത്തലുകളുമാണ് ഡയറക്ട് സെല്ലിങ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയാണ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? 100 പേര് ഓരോന്നായിട്ട് നിങ്ങൾ എടുത്ത് വായിക്കുക. പേര് വായിച്ചിട്ട് അവരോട് ചോദിക്കുക, ഇവരെന്ത് ചെയ്യുന്നു, ഇവരുടെ സ്വഭാവം എന്താണ്, ഇവരുടെ എന്താണ് കൾച്ചർ, എന്താണ് സമൂഹത്തിലുള്ള വില, എന്താണ് നില, എന്താണ്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓരോന്നായിട്ട്. അപ്പൊ ഓരോ കാര്യങ്ങളും അവർ പറയുന്ന സമയത്ത്, ഓരോ വ്യക്തിയെയും പറയുന്ന സമയത്ത് നമ്മളത് മറ്റൊരു പേപ്പറിലേക്ക് മാറ്റി എഴുതുക. ചിലപ്പോൾ മാറ്റി എഴുതി കഴിഞ്ഞാൽ 50 പേര് വരും. 50 പേര്. ആ 50 പേരെ കൊണ്ട് വീണ്ടും നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്യുക. അങ്ങനെ ചർച്ച ചെയ്ത് അവസാനം ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സാധാരണ ഈ എന്താണ് 4 നാഴി വെള്ളത്തിൽ ഇങ്ങനെ കഷായം കുറുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. നിങ്ങളുടെ നാട്ടിലുണ്ടോന്ന് എനിക്കറിയില്ല. അതായത് 4 നാഴി 5 നാഴി വെള്ളത്തിൽ, നാഴിക്കണക്കാ വെള്ളത്തിന്റെ. എന്നിട്ട് അത് കുറുക്കി 1 നാഴിയാക്കി മാറ്റുക എന്ന് പറയുന്നില്ലേ, അങ്ങനെ 10 പേരെ ഒരു നാഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ലിസ്റ്റ് മേക്കിങ്ങിന്റെ പ്രധാനപ്പെട്ടത്. അവിടെ നിന്നാണ് ഈ കച്ചവടം തുടങ്ങുന്നത്. അതില്ലാത്ത ആൾക്കാർ ഈ കച്ചവടത്തിൽ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഒരു പരിധി വരെ പോയി കഴിഞ്ഞാൽ ഇത് കുത്തി നിൽക്കുമ്പോൾ തിരിച്ച് വീണ്ടും അപ്ലൈൻ്റെ അടുത്ത് വരും. ബിസിനസ് വിജയിപ്പിക്കണം, ആവശ്യമാണ്, വരുമാനം വേണം എന്നെല്ലാം തോന്നുന്ന സമയത്ത് അപ്ലൈന് എന്ത് പറഞ്ഞാലും കേൾക്കൂല. അവര് തോന്നിയ വഴിക്കാ പോവാ. അവരുടെ സിസ്റ്റം ഉണ്ടാവും, ഭയങ്കര സിസ്റ്റം ആയിരിക്കും അത്. കുറെ നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ കുറെ പറഞ്ഞു കഴിഞ്ഞാല് സത്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാനിത് കുറെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അതൊന്നും ശരിയാവില്ല. അത് അങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. പിന്നെ നമ്മളിങ്ങനെ ഇത് കേൾക്കുമ്പോൾ ചിരിച്ചു കൊടുക്കും. ചിരിച്ച് നമ്മളിങ്ങനെ ചിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കിത് പഠിക്കുകയും ചെയ്യാലോ. സൗണ്ടിന് എന്തോ ഒരു കുഴപ്പമുണ്ടോ സാറേ? ഇല്ല സാർ, ഓക്കെ ആണ്. മെസ്സേജ് ഇതിങ്ങനെ നിരന്തരമായിട്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നേരം നമുക്ക് ഇതിന്റെ അകത്ത് കൂടെ എന്താന്ന് പറഞ്ഞു നോക്കിയാല്, നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് ഓരോ കാര്യങ്ങൾ പഠിക്കാലോ. ഇവര് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങള് അവസാനം ചെന്നെത്തുന്നതും അതിന്റെ റിസൾട്ടും നമുക്ക് പഠിക്കാൻ പറ്റും, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്നിട്ട് അവസാനം നമ്മളിലേക്ക് തിരിഞ്ഞു വന്നിട്ട് സിസ്റ്റത്തിലേക്ക്. അങ്ങനെയാണ് ലിസ്റ്റ് മേക്കിംഗ് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ പ്രോഗ്രാം കേൾപ്പിക്കുക എന്നുള്ളതാണ്.
ആളുകളിലേക്ക് പ്രോഗ്രാം എത്തിക്കുക, ആളുകളിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുക, ആളുകളിലേക്ക് കമ്പനി എത്തിക്കുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. അതിന് ഏറ്റവും നല്ല വഴി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണഗതിയിൽ പറയുന്നതാണ്. ഏറ്റവും നല്ല വഴി ഹോം മീറ്റിംഗ്. 1-to-1 ഉണ്ട്, GTS സെന്ററുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിനകത്ത് ഏറ്റവും പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് ഹോം മീറ്റിംഗ് ആണ്. ഹോം മീറ്റിംഗ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സാധാരണഗതിയിൽ വീട്ടിൽ വിളിച്ചു വരുത്തിക്കൊണ്ടാണ് ഈ കച്ചവടം പറയുന്നത്. വീട്ടിൽ വിളിച്ചു വരുത്തിക്കൊണ്ട് അതിനാകെ ചെലവെന്താന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റ് മേരി ബിസ്ക്കറ്റും ഒരു കട്ടൻ ചായ. ഇപ്പൊ ആരും അങ്ങനെ മധുരം ഉപയോഗിക്കുന്നില്ല, പാലും ഉപയോഗിക്കുന്നില്ല. ആ സാധനമാണ് ആകെ ചെലവ് വരുന്നത്. ഇവരെ ഒരു 4-5 പേരെ വിളിച്ചിട്ട് 10-15 ആൾക്കാരെ വിളിച്ചോളൂ നിങ്ങൾ. ഒരു 4-5 ആള് ആ സമയത്ത് ഫ്രീ ആയിട്ടുണ്ടാവും. അവരെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് അവരോട് കാര്യങ്ങൾ ഒന്നിച്ച് സംസാരിക്കാൻ പറ്റും. വീട് പോസിറ്റീവ് ആവും, ഈ കേൾക്കുന്ന കക്ഷികളും പോസിറ്റീവ് ആവും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തികളും പോസിറ്റീവ് ആവും. അപ്പൊ വീട്ടിൽ വിളിച്ചു വരുത്തി ഒരു മനുഷ്യനും മോശപ്പെട്ട ഒരു സംഗതി ചെയ്യില്ല. അതുകൊണ്ടാണ് ഈ വിസക്കച്ചവടം വീട്ടിലല്ല നടക്കുന്നത്, ഹോട്ടൽ മുറികളില്ല. കാരണം വിസ കൊടുത്തവൻ അറിയാം ഇത് ബോംബെ വരെ പോവുക, അതിനപ്പുറത്തേക്ക് ഇത് പോകില്ല. അതുകൊണ്ടാണ് ഹോട്ടൽ മുറിയിൽ നടത്തുന്നത്. പക്ഷെ നമ്മളിത് വീട്ടിൽ വിളിച്ചു വരുത്തിയ കാര്യം പറയുന്നത്. അപ്പൊ അത് തന്നെ ഒരു ഏറ്റവും വലിയൊരു വിശ്വാസമാണ്. അങ്ങനെയാണ് ആദ്യത്തെ പ്ലാൻ നടത്തേണ്ടത്. രണ്ടാമത്തെ എന്താന്ന് പറഞ്ഞാൽ 1-to-1. ആ 1-to-1 എല്ലാം എടുക്കേണ്ടത് ഈ 10-ൽ നിന്നാണ്. ആ 10 തീരുമ്പോൾ അടുത്ത 10 എടുക്കുക, ആ 10 തീരുമ്പോൾ അടുത്ത 10 എടുക്കുക. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്ലാൻ കൊടുത്തുകൊണ്ടിരിക്കണം. എപ്പോഴും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോ അപ്പ് ചെയ്യാനുള്ള 4-5 ആൾക്കാർ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവനാഴിയിൽ ഉണ്ടാവണം. എപ്പോഴും 4-5 പേര് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ആവനാഴിയിൽ ഉണ്ടാകുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പാണ്, വൈകുന്നേരം 4-5 മണിക്ക് മൊബൈലിലേക്ക് ഒരു ശബ്ദം വരും. ആ ശബ്ദത്തിന് ഒരു കാരണവശാലും മുടക്കം വരില്ല. അത് ഇത്ര മനോഹരമായ ക്ലിങ് എന്ന് പറയുന്ന ഒരു സൗണ്ട്. അത് ഇത്ര മനോഹരമായ ഒരു സൗണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. മൊബൈലിൽ നിന്ന് റിങ്ങൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥതയാ. ഇത്ര മനോഹരമായ ഒരു സാധനം. അതിനെപ്പോ റിസർവിൽ നമ്മളെ കൊട്ടയിൽ എന്തുണ്ടാവണം? ഫോളോ അപ്പ് ചെയ്യുന്ന സാധനം ഉണ്ടാവണം. ഫോളോ അപ്പ് ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ ഫോളോ അപ്പ് ചെയ്യണം, റീഫോളോ അപ്പ് ചെയ്യണം, അതിൽ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യണം. ഇത് ചെയ്യണമെങ്കിൽ, ഇത് കൊട്ടയിൽ ഇത് ഉണ്ടാവണമെങ്കിൽ എല്ലാ ദിവസവും 4-5 പ്ലാൻ കൊടുക്കണം. ഇത്രയേ അല്ലാത്ത കാര്യമുള്ളൂ. അപ്പൊ 100 പേരുടെ ലിസ്റ്റ് മതിയാവില്ല. ഫോണ് വീണ്ടും എടുക്കുക, ഇനി പോക്കറ്റിൽ ഒരു ഡയറി വെക്കുക, പഠിച്ചവരെ കണ്ടുമുട്ടുമ്പം ഫോൺ നമ്പർ എഴുതുക, കൂടെ ജോലി ചെയ്തവരുണ്ടാവും അവിടെ എവിടെയൊക്കെ ആയിട്ട് അവരെ കണ്ടുമുട്ടുമ്പോ അവരുടെ നമ്പർ വാങ്ങുക, എഴുതുക. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-100-300 പേരുടെ ലിസ്റ്റിംഗ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ചില ആൾക്കാർ ഇപ്പൊ ചോദിക്കും, ഈ 2 ആൾക്കാരെ പിടിക്കാനാണോ ഇത്രയും വലിയ സന്നാഹം? ഈ 2 ആളെ പിടിക്കാനാണോ ഇത്രയും വലിയ സന്നാഹം? അവരോട് എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. ഞാൻ മുമ്പ് വന്ന സമയത്തും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോ ഞാൻ പറയാണ്, ലിസ്റ്റ് മേക്കിംഗ് പറയുന്ന സമയത്ത് അത് പറയാതെ പോവാൻ പറ്റില്ല. കാരണം എന്താ, എല്ലാവർക്കും ഇന്ന് ക്രിക്കറ്റ് അറിയാലോ. ഈ ക്രിക്കറ്റിൽ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗളിങ്ങും ബാറ്റിങ്ങും അല്ലേ അതിനകത്ത് ഹൈലൈറ്റ്. അതിനകത്ത് ഒരു 1 ഡേ ക്രിക്കറ്റില് 50 ഓവർ ഉണ്ടാവും. ഒരു ഓവർ എന്ന് പറഞ്ഞാൽ 6 പന്താണ്. അപ്പൊ സ്വാഭാവികമായിട്ടും 300 പന്ത് എറിയാൻ പറ്റും. എത്ര വിക്കറ്റാ ഉള്ളത്? 10 വിക്കറ്റ്. ആ 10 വിക്കറ്റ് എറിഞ്ഞ് പൊളിക്കാൻ എന്തിനാ 300 പന്ത് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ, ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ 2 പേരെ കൊണ്ടുവരാനും അത് ഡെവലപ്പ് ചെയ്യാനും എന്തിനാന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരാണ് ആ ക്രിക്കറ്റ് നൽകുന്നത്. എന്തിനാണ് 200 പേരുടെ ലിസ്റ്റ് എന്നുള്ള ചോദ്യത്തിനാണ് ഈ ഉത്തരം നൽകുന്നത്. ഇനി നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. 10 പേരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്തുനിന്ന് 2 പേര്, ആരും നെഗറ്റീവ് ആകണ്ട, നെഗറ്റീവായി നിൽക്കുന്നവർ പോസിറ്റീവ് ആയിക്കോളൂ. ആ 2 പേരെ 10 പേര് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 പേര് നിങ്ങളുടെ കൂടെ വരും. 2 പേര് നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഈ 2 പേരും ഈ ബിസിനസ് എടുത്ത് തലയിലേറ്റി ഹുസൈൻ ബോൾട്ട് ഓടുന്നത് പോലെ ഓടുന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. അവിടെ നടക്കേണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേരെ നിങ്ങൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരൂ. നിങ്ങൾ നിരന്തരമായിട്ട് ലീഡേഴ്സ് ക്രിയേഷന്റെ പണിയെടുക്കൂ. 2 ലീഡേഴ്സിനെ നിങ്ങൾക്ക് കിട്ടും. 2 ലീഡേഴ്സ്, അതാണ് നമ്മുടെ മുത്തുമണികൾ. അതാണ് നമ്മുടെ നാളുകളിൽ നമ്മളുടെ പാസീവ് ഇൻകം. അതാണ് നാളുകളിൽ നമ്മളുടെ നോമിനേഷൻ ഫെസിലിറ്റി. ഈ സാധനം ഉപയോഗിക്കുന്നത്. അപ്പൊ ആളുകളെ ഇതാക്കുക സ്ഥിരമായിട്ട്. പിന്നെ നടത്തേണ്ട കാര്യം എന്താണ്? നമ്മുടെ കൂടെ ഒരു ടീമിനെ വന്നിട്ടുണ്ടെങ്കിൽ ആ ടീമിനെ വിളിച്ചിരുത്താനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം. ആ ടീമിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ചങ്കൂറ്റത്തോടെ നെഞ്ചു വിരിച്ചും നിന്നിട്ട് മുമ്പിൽ നിന്ന് സംസാരിക്കാൻ നമുക്ക് പറ്റണം. അതിന് നമ്മൾ നിരന്തരമായിട്ട് അപ്ലൈ ലീഡേഴ്സ് വിളിക്കുന്ന എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിലും, എല്ലാ FSSലും, എല്ലാ GTSലും എല്ലാ പ്രോഗ്രാമിലും, വർക്ക്ഷോപ്പുകളിലും നമ്മൾ പങ്കെടുക്കണം. ആ പങ്കെടുത്തിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് വിളിക്കുമ്പോൾ ലീഡർ എന്ത് പറയുന്നു, വർക്ക്ഷോപ്പിൽ എന്ത് പറയുന്നു ലീഡർ,
ഈ കാര്യങ്ങൾ മുഴുവൻ എഴുതിയെടുത്ത് വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് പഠിച്ചിരിക്കണം. പഠിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് രണ്ടാളെങ്കിൽ രണ്ടാളെ വീട്ടിൽ വിളിച്ചു വരും നിങ്ങൾ. എന്നിട്ട് ചാർട്ട് പേപ്പർ കൊട്ടിച്ച് ഇതൊക്കെ എടുത്തിട്ട് അപ്ലൈ ലീഡറൊന്നും വേണ്ടാന്നേ. വിളിക്കുന്ന തെറ്റിൽ നിന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ലീഡറുമാകണമെങ്കിൽ നിങ്ങൾ ആ പൊക്കിൽ കൊടി ബന്ധം ആദ്യം തന്നെ ഉപേക്ഷിച്ച് കളറ് കേട്ടോ. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാ എന്റെ അപ്ലൈ ലീഡർ വേണ്ട, എന്നാ ഞാൻ തന്നെ ഭരിക്കാം, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംഗതികൾ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വിളിച്ചു വരുത്തി അവരോട് സംസാരിക്കുക, അവരെ കാര്യങ്ങൾ പഠിപ്പിക്കുകയും മറ്റുള്ള സംഗതികളും കാര്യങ്ങളും ഒക്കെ തന്നെ ചെയ്തു കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയും ചെയ്യാന്നുള്ളത്. അതാണ് FSS. പിന്നീട് അങ്ങോട്ട് നടക്കുന്ന എന്താണ്? ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാലേ, ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മളൊരാളെ പ്രോഗ്രാം കേൾപ്പിച്ചു കഴിഞ്ഞാല് ചെയ്യേണ്ട കാര്യങ്ങളാ ആളുകൾ ചെയ്യാതെ പോകുന്നത്. അത് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉള്ള ആളുകളാണ് ഈ ബിസിനസ്സിൽ സക്സസ് ആകുന്നത് കേട്ടോ. 100 ആളുകളെ 150 ആളുകളെ പ്രോഗ്രാം കേൾപ്പിക്കുന്ന ആളുകളല്ല ഈ ബിസിനസ്സിൽ സക്സസ് ആകുന്നത്. അതിൽ കുറച്ച് ആളുകളെ ബിസിനസ് കേൾപ്പിക്കുന്ന ആളുകൾ വളരെ കൃത്യമായിട്ട് പ്ലാനിങ്ങോട് മുന്നോട്ട് പോകുന്നവർ അതിനകത്ത് സക്സസ് ആകുന്നത്. പ്ലാനിങ് ബുക്കും കാര്യങ്ങളല്ലേ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇന്നേ വരെ? ആലോചിച്ച് നോക്ക്. ബുക്കില്ലാന്നല്ല ഞാൻ മഹേഷ് സാറേ പറഞ്ഞത്, എന്ത് എഴുതി വെച്ചു എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിൻ്റെ അകത്ത് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇന്ന് നമ്മൾ പ്രോഗ്രാം കേൾപ്പിക്കുന്ന ആളുകൾ അതിൻ്റെ അകത്ത് പേരുണ്ടാവണം, ഫോൺ നമ്പർ ഉണ്ടാവണം, കാര്യങ്ങൾ ഉണ്ടാവണം. അവരുടെ 1ാം ഫോളോ അപ്പ്, 2ാം ഫോളോ അപ്പ്, 3ാം ഫോളോ അപ്പ്, സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ഇതുണ്ടായിരിക്കണം. എന്നിട്ട് ഇതിനകത്ത് നിന്നെല്ലാം കാച്ചി കുറുക്കി കഴിഞ്ഞാൽ കുറെ ആളുകൾ എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടാവും. ആ ബിസിനസ് സ്റ്റാർട്ട് അവരിൽ നിന്നും സാധനത്തിനെ സെലക്ട് ചെയ്യാൻ പറ്റണം നമുക്ക്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാത്ത ആളുകളിൽ നിന്നും ആളുകളെ സെലക്ട് ചെയ്യണം. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് ആരെയാ സെലക്ട് ചെയ്യേണ്ടത്? ഇതിൻ്റെ അകത്ത് നമുക്ക് വഴങ്ങാത്ത, നമുക്ക് അടങ്ങാത്ത കുറെ സാധനങ്ങൾ ഉണ്ടാവും. അത് ലേശം പ്രൊഫൈൽ കൂടിയതായിരിക്കും. ഈ ബിസിനസ്സിൽ നമ്മൾ എപ്പോഴും പരിഗണിക്കുക എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സുഖം നമുക്ക് താഴെയുള്ള വരിക. ഒരിക്കലും പരിഗണിക്കണ്ട കേട്ടോ. പിന്നെ പരിഗണിക്കാൻ സുഖമുള്ളത് നമ്മൾക്ക് തുല്യമുള്ളതാ. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് നമുക്ക് മുകളിലുള്ളതാ. ഈ ഫോളോ അപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാത്തതില് കൂടുതലും നമുക്ക് മുകളിലുള്ളതായിരിക്കും. അത് നന്നായിട്ട് അവരുടെ സമയക്രമം, വീട്ടിൽ വരുന്ന സമയം, അവര് ഇന്നലെ നൗഫൽ സാർ പറഞ്ഞിട്ടുണ്ട്, സഞ്ചരിക്കുന്ന വഴികൾ, അവരുടെ ആക്ടിവിറ്റീസ്, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു സാധനം ഇന്നലെ എനിക്ക് പറഞ്ഞു തന്നെ. അതിങ്ങനെ വളരെ മനോഹരമായിട്ട് അത് പഠിച്ചിരിക്കണം. ഓരോ റൂട്ട് മാപ്പ് ഉണ്ടായിരിക്കണം. ആ റൂട്ട് മാപ്പ് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം നമ്മളെ അപ്ലൈ ലീഡറെ ചെങ്കീരിനെ വിളിക്കുക. ആ ചെങ്കീരിനെ കൂട്ടിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോ. അതിന് നല്ല റൂട്ട് മാപ്പ് ഉണ്ടായിരിക്കണം. നമ്മളതല്ല, നല്ല പ്ലാനിങ് ഉണ്ടായിരിക്കണം. അല്ലാണ്ട് അപ്ലൈ ലീഡറെ കൂട്ടിക്കൊണ്ടുവന്ന് ആടെ നോക്കി ഇവിടെ നോക്കി ആരുമില്ല പോട് എന്ന് പറയുന്ന കച്ചവടം ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് ഓരോ സമയവും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. ഇന്നേ സമയത്ത് ഇന്നയാളെ കാണാൻ പറ്റും, ഇന്നേ സമയത്ത് ഇന്നവരെ കാണാൻ പറ്റും, അതിനെ കൊണ്ട് സാർ ഇന്നേ സമയത്ത് എത്തിയിരിക്കണം, കൃത്യസമയത്ത് അപ്ലൈയിൽ എത്തിയിരിക്കും. ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇതാണ് ഈ പ്ലാനിങ്ങും കാര്യമായിട്ട് നിൽക്കുന്നത്. ഇനി ഇതിന്റെ തുടർച്ച അത് നമുക്ക് വേറൊരു ദിവസത്തേക്ക് മാറ്റാം. ഏതായാലും എന്നെ ഈ ഒരു മോർണിംഗ് മീറ്റിലേക്ക് വിളിച്ച എന്താണ് കരീം സാറിനും ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. ഉമർ സാദിന്റെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുണ്ട്, മറ്റുള്ളവരൊക്കെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുണ്ട്. ഈ എന്നെ ഇതിന്റെ അകത്ത് വിളിച്ചുകൊണ്ടിരുന്നതും ഞാനിത് ഒരുപാട് ഏകദേശം എല്ലാ ദിവസങ്ങളിലും ഞാൻ ഈ മോർണിംഗ് മീറ്റിൽ പങ്കെടുക്കാറുണ്ട്, കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഇന്ന് എന്റെ ഈ മോർണിംഗ് മീറ്റിൽ പങ്കെടുത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനുള്ള, ഡെവലപ്മെന്റ് ഉണ്ടാക്കാനുള്ള ഒരു ഊർജം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതിനനുസരിച്ച് പ്രവർത്തിക്കാനും വരുമാനം ഉണ്ടാക്കാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഞാൻ കൃതാർത്ഥനായിരിക്കും. അത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉമർ സാദ് കാണിച്ചു തന്ന പുതിയൊരു പാതയാണത്. കാരണം എന്റെ ടീം മാത്രമല്ല ഇതിൻ്റെ അകത്തിരിക്കുന്നത്, പക്ഷെ എല്ലാവർക്കും നന്മ വരണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ആ പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചു തന്നത് അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അങ്ങനെ നിങ്ങൾക്കും അങ്ങനെ പ്രാർത്ഥിക്കാനും, മറ്റുള്ളവരുടെ ഡെവലപ്മെന്റ്, മറ്റുള്ളവരുടെ തകർച്ചയല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, മറ്റുള്ളവരുടെ ഉയർച്ചയാണ്. ആ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾക്കും മറ്റുള്ളവരെ ഉയർച്ചയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാനും കഴിയട്ടെ എന്ന്
ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.